നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ബഡ്ജറ്റ് സമ്മേളനം ഫലപ്രദമാക്കാൻ പ്രതിപക്ഷ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് ഒന്നിച്ചു നീങ്ങണമെന്ന് അദ്ദേഹം പറഞ്ഞു. സമ്മേളനത്തിന് മുന്നോടിയായി പാർലമെന്റിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർലമെന്റിൽ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കുകയാണ്. ഇന്ന് രാജ്യം മുഴുവൻ സഭയിലേക്കാണ് ഉറ്റുനോക്കുന്നത്. ഇതൊരു സർഗാത്മകമായ സമ്മേളനമായിരിക്കണം. ജനങ്ങളുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് ഒന്നിച്ചു നീങ്ങണം. വിദ്വേഷം മാറ്റിവെച്ചുകൊണ്ട് പ്രതിപക്ഷം സഹകരിക്കണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. 60 വർഷത്തിന് ശേഷമാണ് ഒരു സർക്കാർ മൂന്നാം തവണയും അധികാരത്തിൽ വന്നത്. മൂന്നാം തവണയും ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ സാധിക്കുന്നതിൽ അഭിമാനകരമാണ് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അമൃത് കാലത്തെ സുപ്രധാന ബഡ്ജറ്റാണ് നാളെ അവതരിപ്പിക്കാൻ പോകുന്നത്. ജനങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന ജനകീയ ബഡ്ജറ്റായിരിക്കും സർക്കാർ അവതരിപ്പിക്കുക എന്നും അദ്ദേഹം പറഞ്ഞു. 2024 റോഡ് മാപ്പ് കൂടിയാണ് ഈ ബഡ്ജറ്റ്. വികസിത ഭാരതം എന്ന നമ്മുടെ സ്വപ്നത്തിന്റെ ശക്തമായ അടിത്തറയായി ഈ ബഡ്ജറ്റ് മാറുമെന്നും രാജ്യത്തിന്റെ വികസനത്തിന് എല്ലാവരുടെയും കടുത്ത രവാദിത്തമാണ് എന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ജൂലൈ 23 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ വലിയ പ്രഖ്യാപനങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ഫുൾ ബഡ്ജറ്റാണ് ഇത്. ബ്രോക്കറേജ് സ്ഥാപനമായ ആനന്ദ് രഥി ചില ഓഹരികൾ മുന്നേറുമെന്നും പ്രവചിക്കുന്നുണ്ട്. അവ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. SBI എണ്ണ 889.50 എന്നതാണ് നിലവിൽ ബാങ്ക് ഓഹരിയുടെ വില. 2024 ഇതുവരെ ഓഹരി 38% ഉയർന്നു. SBIയുടെ പ്രതിദിന ചാർട്ടുകളിലും പ്രതിവാര ചാർട്ടുകളിലും മൊമെന്റം ഓഡിറ്റിംഗുകൾ അനുകൂലമായി ഇടം പിടിച്ചതായും തോന്നുന്നു. അതിനാൽ തന്നെ സ്റ്റോക്ക് സമീപകാലത്ത് കൂടുതൽ ഉയർച്ച കണ്ടേക്കും. ഓഹരി 875 രൂപയ്ക്ക് മുകളിൽ വ്യാപാരം ചെയ്യുന്നിടത്തോളം ഹ്രസ്വകാല പക്ഷാപാതം ബുള്ളിഷായി തുടരാൻ സാധ്യതയുണ്ട്. ITC 473.15 രൂപ എന്നതാണ് ഓഹരിയുടെ വില. 455 രൂപയ്ക്ക് മുകളിൽ വ്യാപാരം ചെയ്യുന്നിടത്തോളം കാലം ITCയുടെ പക്ഷാപാതം ഊർജ്ജസ്വലമായി തുടരാൻ സാധ്യതയുണ്ട്. ഉയർച്ചയിൽ സ്റ്റോക്ക് അതിന്റെ പ്രധാന തടസ്സമായ 490 രൂപയ്ക്ക് നീങ്ങുന്നതായി തോന്നുന്നു. അതിനു മുകളിലുള്ള വ്യാപാരം 555 രൂപയിലേക്കുള്ള റാലിക്ക് വാതിലുകൾ തുറക്കും. പവർ ഗ്രിഡ് കോർപ്പറേഷൻ 332 രൂപ എന്നതാണ് ഓഹരിയുടെ വില. ഈ വർഷം ഇതുവരെ പവർ ഗ്രിഡ് 47% ഉയർന്നു. പ്രതിമാസ സ്കെയിലിൽ ബോളിഗർ ബ്രാൻഡുകളുടെ ഉയർന്ന നിലവാരത്തിനോടൊപ്പം തന്നെ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതിനായി കാണുന്നു. പുതിയ ബുള്ളിംഗ് ബ്രോക്ക് ഔട്ടിനായി സ്റ്റോക്ക് 348 രൂപ മുതൽ 354 രൂപ പ്രതിരോധ മേഖല കടന്ന് നിലനിർത്തിയിട്ടുണ്ട്. ഇതിനെ തുടർന്ന് സ്റ്റോക്ക് 374 രൂപ നിലവാരത്തിലേക്ക് റാലിക്ക് സാധ്യതയുണ്ട്.